what did happen to the last 10? I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Hi everyone, ഒരിക്കൽ കൂടി ഓട്ടേസ്ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നീരാളി, അതായത് ഒക്ടോപ്പസിന് അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരിക്കും ഇതെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതുമായ ഒരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വായോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്നത് 1/2 കിലോ നീരാളിയാണ്, അതായത് ഒക്ടോപ്പസാണ്. അപ്പോൾ ഇത് 1/2 കിലോ. അപ്പോൾ ഞാനിത് ഫ്രഷ് ടു ഹോമിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം നമുക്ക് 1/2 കിലോയുടെ പറയുമ്പം ഒരു മീഡിയം സൈസിൽ 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നീരാളി കേട്ടോ. അപ്പം ഇപ്പോൾ പിന്നെ കൂടുതൽ ഫിഷ് മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ സുലഭമായിട്ട്, നേരത്തേക്ക് അത്ര ഇത് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം ഫ്രഷ് ടോം ഓൺലൈൻ മേടിക്കുന്നവർക്ക് ഫ്രഷ് ടോമും അതുപോലുള്ള ആപ്പുകളിൽ ലഭിക്കും. അല്ലാതെ ഇപ്പം മീൻ മാർക്കറ്റുകളിലും ഇത് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ 3 എണ്ണമാണ് നമ്മുടെ കയ്യിൽ പെട്ടേക്കുന്നത്. ഒരെണ്ണം ഒരു ഇച്ചിരി ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ആദ്യം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ ഇതിന് ഒരു തലയുണ്ട്, പിന്നെ 2 കണ്ണ്, 3 ഹൃദയം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ പിന്നെ സയൻറ്റിഫിക് ഒന്നും കൂടുതൽ അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കണ്ണിൻ്റെ പുറകുവശം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം എന്നിട്ട് വേണം നമുക്കിതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാനുണ്ട്. ഈ പുറമേയുള്ള ബ്ലാക്ക് തൊലി നന്നായിട്ട് പൊളിച്ചെടുക്കണം. ഇങ്ങനെ തല കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് നടുക്കുള്ള ഹോളിൻ്റെ അവിടെ ഒന്ന് ഞെക്കാമെങ്കിൽ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് വരും. അതൊരു ഹൃദയമാണെന്ന് പറയുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സയൻറ്റിഫിക് അറിയാത്തതുകൊണ്ട് അവിടെ ഉള്ള ഒരു അഴുക്കുണ്ട്, അതൊന്നും എടുത്ത് കളയണം നടുക്ക്. അപ്പോൾ നമ്മുടെ ഉഴുന്നോടയുടെയൊക്കെ ഒരു ഹോള് പോലെ ആ ഒരു ഹോള് കറക്റ്റ് ക്ലീൻ ആയിട്ട് തന്നെ കാണാൻ നടുക്കുള്ള എല്ലാ ഇതും മാറ്റണം. എന്നിട്ട് തൊലി പൊളിച്ചോളാം. ഈ പുറമെയുള്ള ബ്ലാക്ക് തൊലി നന്നായിട്ട് വലിച്ച് കളയണം. അപ്പം ഇച്ചിരി ഒരു വഴുവഴുക്കുള്ളൊരു ഇതാണ്. നമ്മൾ ഈ കൂന്തലൊക്കെ തൊലി കളയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് അതിനെയൊക്കെ കൂന്തലിനെക്കാട്ടി ഇച്ചിരി കൂടെ കട്ടിയുണ്ട് ഇതിൻ്റെ ഈ തൊലിക്ക് കേട്ടോ. അപ്പോൾ ഇച്ചിരി പറിച്ച് കളയാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നല്ലൊരു തെന്നലും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്കിനി. നമ്മൾ ഒക്ടോപ്പസിൻ്റെ കാല് പോലുള്ള ഭാഗങ്ങളിൽ 2 സൈഡിലും നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള ഈ ഒരു പോർഷനിൽ നടുക്ക് നന്നായിട്ട് അഴുക്കുണ്ടാവും. ഇതിൻ്റെ തൊലി മാത്രമല്ല, നടുക്ക് നിറം മഷി പോലൊരു ബ്ലാക്ക് കളറിലായത് ഇതിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ട്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേസ്റ്റും നന്നായിട്ട് കളഞ്ഞെടുക്കണുണ്ടോ. ജസ്റ്റ് ഈ ഒരു തൊലി കളഞ്ഞ് കഴിയുമ്പോൾ ഒരു വൈറ്റ് സ്കിന്നായിരിക്കും. ആ സ്കിൻ മാത്രമേ പാടുള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സകല വേസ്റ്റും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. പറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും നന്നായിട്ടത് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ തൊലിയും കളഞ്ഞ് അകത്തെ വേസ്റ്റും എല്ലാം കളഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ നീരാളി നന്നായിട്ട് വെള്ളത്തിൽ ഒലച്ചൊലച്ച് കഴിക്കണം. അതിൻ്റെ ആ കാല് പോലുള്ള ഭാഗത്ത് ചെറിയ ചെറിയ ഷെൽസ് പോലൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ വേസ്റ്റൊക്കെ ഇരിക്കും. അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. ആ കറുത്ത മഷിയും ഒരു സ്റ്റിക്കി നേച്ചറാണ്, അപ്പോൾ ചിലതിൽ ഒട്ടിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അതനുസരിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പം ഇത് ഒരു മീഡിയം സൈസും പിന്നെ ഒരു ഒരെണ്ണം ചെറുതുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വലുതായിട്ട് ചെറുതാക്കിയില്ല, കാരണം ഇത് കുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചത്. പിന്നെ ആ നടുക്കത്തെ പോർഷൻ റൗണ്ടായിട്ട് നമ്മൾ സ്ക്വിഡ് മുറിച്ചെടുക്കുന്ന പോലെ മുറിക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നും കൂടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്കിത് തൊലി കളയണമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പൊളിച്ചും എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് തൊലി കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് മുറിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസ് സവാളയും ഒരു തക്കാളിയും കരിവേപ്പിലയാണ്. നമ്മളിപ്പം ചട്ടിയിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ അടുപ്പേ ചട്ടി വെച്ചു. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ എടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ഇടാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് അത് കുനുകുന ഒന്നെങ്കിൽ അരിഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ വല്ലതും ചെയ്യാം കേട്ടോ. പിന്നെ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സവാള ഒന്നും അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇങ്ങനെ വഴന്ന് വരുന്ന കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചതച്ചതൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇങ്ങനെ മേടിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇതിൽ ഇച്ചിരി ഉപ്പിൻ്റെ കണ്ടൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് മറ്റു കറികളിൽ ചേർക്കുന്ന പോലെ ചേർക്കാൻ പാടില്ല. ഇതിൽ ഉപ്പ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചേ ചേർക്കാവൂ കേട്ടോ. പിന്നെ അതുപോലെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് സ്പൈസസും കൂടെ ചേർക്കാവുന്നതാണ്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തിക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പച്ചമുളക് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ വഴറ്റുന്ന കൂട്ടത്തിൽ ഉള്ളി വഴറ്റിയ കൂട്ടത്തിൽ 2-3 പച്ചമുളക് അരിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചമുളക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് മുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്തത്. ഇത് നന്നായിട്ട് ആ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർക്കാം. ഈ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഒന്ന് വാടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ മറ്റ് 1-2 മസാലയും കൂടെ ചേർക്കാനുണ്ട്. അത് ചേർത്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നീരാളിയും കൂടെ ചേർക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് അല്പം ഫിഷ് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫിഷ് മസാല ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഫിഷ് മസാല ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫിഷ് മസാല ചേർക്കാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫിഷ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾ അല്പം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പം ഫിഷ് മസാല ഉണ്ടെങ്കിൽ അതൊരു 1 ടീസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇച്ചിരി ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഞാൻ കരിയാപ്പിലയാണ് ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ മല്ലിയില ചേർക്കേണ്ടവർക്ക് മല്ലിയിലയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സ്പൈസസ് ഇട്ടതിന് ശേഷം ഞാൻ അല്പം കരിവേപ്പില ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നൊരു റോസ്റ്റാണ് ചെയ്യുന്നത് നമ്മുടെ നീരാളി ഉപയോഗിച്ച്. അപ്പം നിങ്ങൾക്ക് ഇത് വറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ വറക്കുന്ന പോലെ നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ വറക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചൂടുവെള്ളത്തിൽ 1-2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളയണം കേട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കറിക്കായതുകൊണ്ട് ഞാൻ വലിച്ച് പറിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ പറിച്ച് കളയുകയോ ചെയ്തത്. ഇത് ഇപ്പം നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ഈ മസാലയിലോട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ടൊന്ന് അല്പം നേരം കുക്ക് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് വേവുണ്ട്. നമ്മുടെ സ്ക്വിഡ് പോലെ ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര റബ്ബർ പോലെ ആകും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഓവർ കുക്ക് ആകുമ്പോൾ എന്നാലും 10-15 മിനിറ്റ് നന്നായിട്ട് വേകാനുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ വെന്ത രീതി നമുക്ക് കടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതിന് പാകമായെന്ന് അർത്ഥം. ഓവറായിട്ട് കുക്ക് ചെയ്താൽ നമുക്കൊരു ഇച്ചിരി റബ്ബർ പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പം ആ സ്ക്വിഡിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഇതിനും ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ ആ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ സാധാ മീൻ ഇറച്ചിയൊക്കെ ഇതാക്കുന്ന പോലെ അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ വെള്ളം നമ്മൾ അന്ന് അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കാമെങ്കിൽ കാണാം നമുക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം അത് പോരാ ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ചേർക്കണില്ല. നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ അടച്ചു വെച്ച് ഇത് വെള്ളം ഇറങ്ങുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല വറക്കാനാണെങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം തൊലി പൊളിച്ച് കളഞ്ഞിട്ട് മസാല പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് വറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർത്തിട്ടില്ല, പക്ഷെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെന്തെങ്കിലും റോസ്റ്റ് ആയതുകൊണ്ട് അത് ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് വരുന്നവരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിയുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നീരാളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ചപ്പാത്തിയോടും ചോറിനോടൊക്കെ അടിപൊളിയാണ്. അപ്പം അതുപോലെ നമുക്കൊന്ന് ഇപ്പോൾ വേണമെങ്കിൽ അല്പം മല്ലിയിലയോ കരിയാപ്പിലോ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മീൻ മസാല പുരട്ടി വെച്ചിട്ട് മീൻ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ സ്ക്വിഡില്ലേ കൂന്തൽ, അതിൻ്റെ ടേസ്റ്റ് പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തും കഴിക്കാവുന്നതാണ്, കറി വെച്ചും കഴിക്കാവുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.